Hi, അപ്പോൾ നമ്മൾ വി ആർ സ്റ്റാർട്ടിങ് നെറ്റ്വർക്ക് തിയറി. സോ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു റിവൈസ് ദ ബേസിക് കൺസെപ്റ്റ്സ് വി ഹാവ് ഓൾറെഡി സ്റ്റഡി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഡെപ്തിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സർക്യൂട്ട് എലമെൻറ്റ്സും അതിൻ്റെ വേവ് ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് വിച്ച് ആർ ദ ബേസിക് സർക്യൂട്ട് എലമെൻറ്റ്സ്. ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ആയിട്ട് ഉണ്ടാകുന്നത്, എന്തൊക്കെയായിരിക്കും സർക്യൂട്ട് എലമെൻറ്റ്സ്. നമുക്കറിയാം ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻ്റർ കണക്ഷൻ ഓഫ് വേരിയസ് കമ്പോണൻറ്റ്സ്. സർക്യൂട്ട് കമ്പോണൻറ്റ്സ് ഇൻ്റർ കണക്ഷൻ ആണല്ലേ. അത് കംപ്ലീറ്റ് ആകുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോഴാണ്. നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാകും. ഡെഫിനറ്റ്ലി നമുക്കൊരു സർക്യൂട്ടിൽ ഉണ്ടാകുന്നത് സോഴ്സാണ്, വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറൻറ്റ് സോഴ്സ്. ഒരു സോഴ്സ് എന്തായാലും ഉണ്ടാകും. പിന്നെ നമുക്കതിലുണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റ് നമുക്കവിടെ ഉണ്ടാകും. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. പിന്നെ നമുക്ക് ഒത്തിരി അഡീഷണൽ കമ്പോണൻറ്റ്സ് വരാറുണ്ടല്ലേ. ലൈക്ക് സ്വിച്ച് വരാം, റിലേ വരാം, അതുപോലെ ട്രാൻസിസ്റ്റർ, അങ്ങനത്തെ പല കാര്യങ്ങളും വരാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് ഡയോഡ്, അത് LED, ഡയോഡ്സ്, അതെല്ലാം വരാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കാം റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് റെസിസ്റ്റർ, എന്താണ് ഇൻഡക്ടർ, എന്താണ് കപ്പാസിറ്റർ, എന്താണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻഡക്റ്റൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി റെസിസ്റ്റേഴ്സിനെ സീരീസായിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താകും, പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും. അതുപോലെ തന്നെ ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ്, ഇൻഡക്ടേഴ്സ് ഇൻ പാരലൽ, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പലതരം സർക്യൂട്ട് എലമെൻറ്റ്സ്. ആക്റ്റീവ് എലമെൻറ്റ്സും ഉണ്ട്, പാസീവ് എലമെൻറ്റ്സ് ഉണ്ട്, ബൈലാറ്ററൽ എലമെൻറ്റ്സ് ഉണ്ട്, യൂണിലാറ്ററൽ എലമെൻറ്റ്സ് ഉണ്ട്, ലംപ്ഡ് നെറ്റ്വർക്ക് എലമെൻറ്റ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഇത് പലതരം ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെല്ലാം നമ്മളൊന്ന് വേഗം റിവൈസ് ചെയ്ത് പോകുന്നു. എന്താണ് വോൾട്ടേജ്, എന്താണ് കറൻറ്റ്, എന്താണ് പവർ, ഇതെല്ലാം നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കാര്യങ്ങളിൽ ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്പീഡിൽ നമ്മൾ റിവൈസ് ചെയ്യുകയാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. സോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് നോട്ടിലേക്ക് കൊണ്ടുവരണം. ഓൾദോ നമ്മളുടെ ഫസ്റ്റ് സെമിസ്റ്റർ ക്ലാസ്സിൽ നമ്മളിത് നോട്ടിലേക്ക് ഓൾറെഡി എഴുതിയിട്ടുള്ളതായിരിക്കാം, എന്നാലും യു ക്യാൻ റെഫർ ദാറ്റ് നോട്ട് ഓൾസോ. ആ നോട്ടിൽ നിന്ന് റെഫർ ചെയ്ത് നമുക്ക് എഴുതാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടും എഴുതാം. എനിവേ വി ഹാവ് ടു ബി തറോ വിത്ത് ദി ബേസിക് കൺസെപ്റ്റ്സ് ഓൺ ദി സർക്യൂട്ട് തിയറി. കാരണം ഈ കൺസെപ്റ്റ്സ് വെച്ചാണ് നമ്മൾ പിന്നീട് ലോയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട് എലമെൻറ്റ്സിനെ കുറിച്ച് മാത്രം നോക്കുന്നു. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റാണ് വോൾട്ടേജ്. എന്താണ് വോൾട്ടേജ്? അപ്പോൾ വോൾട്ടേജ് എന്നതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയും, ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് വോൾട്ടേജ്? ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ കഴിഞ്ഞൊരു ഇതിൽ ഞാൻ കാണാം, നമ്മൾ വോൾട്ടേജിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യാം ബൈ 2 ലൈൻസ് ആണ്, ഒരു ബിഗ് ലൈനും ഒരു സ്മോൾ ലൈനും അല്ലേ. നമ്മളൊരു വോൾട്ടേജ് സോഴ്സിനെ ഡിനോട്ട് ചെയ്യാം, DC സോഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഒരു ബിഗ് ലൈൻ, പിന്നെ ഒരു സ്മോൾ ലൈൻ. എന്താണ് ഈ ബിഗ് ലൈനും സ്മോൾ ലൈനും ഡിനോട്ട് ചെയ്യുന്നത്? ബിഗ് ലൈൻ ഡിനോട്ട്സ് ദി ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് സ്മോൾ ലൈൻ ഡിനോട്ട്സ് ദി ലോവർ പൊട്ടൻഷ്യൽ. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ നമുക്കറിയാം. ഒരു യൂണിറ്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൽ എനർജി ആയിട്ട് സ്റ്റോർഡ് ആകും. ആ എനർജിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. നോർമലി അതിന് നമ്മൾ പറയുക ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ ടെർമിനോളജിയാണ് വോൾട്ടേജ്. നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ V ആണ്, അല്ലെങ്കിൽ സ്മോൾ v. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എനർജി പെർ യൂണിറ്റ് ചാർജ്. ഒരു ചാർജിനെ
വൺ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ എനർജി പെർ യൂണിറ്റ് ചാർജ് ആണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. വർക്ക് ഡൺ പെർ ദി യൂണിറ്റ് ചാർജ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. ഓക്കെ, സോ അതപ്പോൾ വോൾട്ടേജിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കറൻറ്റ്. കറൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ചാർജസ്. ചാർജസിൻ്റെ ഫ്ലോ, അതിനെയാണ് നമ്മൾ കറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. കറൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. എത്ര ചാർജ് യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്തു. ഓക്കെ, അതാണ് കറൻറ്റ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. എപ്പോഴാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുക? വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് ഹയർ പൊട്ടൻഷ്യൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ കറൻറ്റ് എന്ന് പറയുന്നത് നമ്മളപ്പോൾ ഇക്വേഷൻ വൈസ് ചെയ്താണെങ്കിൽ ഇറ്റ് ഈസ് Q/T. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം, ഇറ്റ് ഈസ് Q/T. അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ആംപിയർ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കറൻറ്റിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിയേണ്ടത്. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഞാൻ വിടുകയാണ്. ഫൈൻ. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പവർ എന്താണ്, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്, VI. പവർ ഈസ് ദി വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അല്ലെങ്കിൽ പവറിൻ്റെ വേറൊരു ഡെഫിനിഷൻ ഈസ് ദി എനർജി പെർ യൂണിറ്റ് ടൈം. എനർജി പെർ യൂണിറ്റ് ടൈം. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. ടൈമിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. ഓക്കെ, സോ ജൂൾ പെർ സെക്കൻഡിനാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. സോ സേ എനർജി പെർ യൂണിറ്റ് ടൈം. In terms of voltage and current, power is equal to voltage into current. Okay, so ഇനി സർക്യൂട്ട് എന്താണ്? ഞാൻ പറഞ്ഞു സർക്യൂട്ട് എന്താണ്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഇൻ്റർകണക്ഷൻ ഓഫ് ദി സർക്യൂട്ട് എലമെൻറ്റ്സ്. ഇനി എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടൊരു സർക്യൂട്ട് ഉണ്ടാവുക? ദർ വിൽ ബി എ സോഴ്സ്, ദർ വിൽ ബി എ സിങ്ക്. സോഴ്സ് എന്ന് പറയുന്നത് പവർ സോഴ്സ് ആണ്, വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് സോഴ്സ് ആണ്. സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോഡാണ്, ഏതിലേക്കാണ് നമ്മൾ ഈ കറൻറ്റ് കൊടുക്കുന്നത്. ആൻഡ് ദി കണക്റ്റിംഗ് വയേഴ്സ്. മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇത്രയാണ്. കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും, സിങ്ക് ഉണ്ടാവും. എന്താണ് ഈ സർക്യൂട്ട് ചെയ്യുന്നത്? ട്രാൻസ്ഫർ എനർജി ഫ്രം ദി സോഴ്സ് ടു ദ സിങ്ക്. ലോഡിലേക്ക്, സോഴ്സിൽ നിന്ന് എനർജി ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു പാത്താണ് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ സർക്യൂട്ട്സിന് നമുക്ക് ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് 4 പ്രധാനമായിട്ടുണ്ട്. First one is the active and passive circuit. Second one is unilateral and bilateral circuit. Third one is linear and non-linear circuit. Fourth one is lumped or distributed circuit. Okay, അപ്പോൾ ഫസ്റ്റ് വൺ ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിത് പഠിച്ചതാണ് ഓൾറെഡി. എനർജി സോഴ്സസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ആക്റ്റീവ് സർക്യൂട്ട്സ്. കേപ്പബിൾ ഓഫ് ഡെലിവറിങ് എനർജി. ഒരു ഇതിനെ നമുക്ക് എനർജി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവ് എലമെൻറ്റ്സിൽ ഡെഫിനറ്റ്ലായിട്ട് വരുന്നതാണ് വോൾട്ടേജ് സോഴ്സ്, കറൻറ്റ് സോഴ്സ്. അതിൻ്റെ കൂടെ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ വരും. ബിക്കോസ് ദേ ആർ കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈങ് ദി എനർജി. നമ്മൾ കൊടുക്കുന്നതിനെ ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഡീഷണലി എന്തെങ്കിലും കൊടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അതിനും നമ്മൾ ആക്റ്റീവ് എലമെൻറ്റ്സിൻ്റെ കീഴിലായിട്ട് വരുത്തും. അതേസമയം പാസീവ് എലമെൻറ്റ്സോ അവർ ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് എനർജി. അവർ എനർജി കൊടുക്കാനായിട്ട് കേപ്പബിൾ അല്ല. ഓക്കെ, പക്ഷെ അവരെന്ത് ചെയ്യും? ആ എനർജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അവർ റിസീവ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും പാസീവ് എലമെൻറ്റ്സ്. പാസീവ് എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. ആക്റ്റീവ് എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് എനർജി സോഴ്സസ് ലൈക്ക് വോൾട്ടേജ് സോഴ്സ്, കറൻറ്റ് സോഴ്സ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ സർക്യൂട്ട്. ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഡയറക്ഷനിലേക്കും കറൻറ്റിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം കറൻറ്റിന് ശ്രദ്ധിക്കണേ. വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ 2 ഡയറക്ഷനിലും അത് സെയിം ആയിരിക്കും. വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ 2 ഡയറക്ഷനിലും അത് സെയിം ആയിരിക്കും. അതേസമയം യൂണിലാറ്ററൽ എലമെൻറ്റ്സിൽ
there will be different relation between the voltage and current in the two direction. രണ്ട് പോസിബിൾ ഡയറക്ഷൻസ് എടുത്താൽ അങ്ങോട്ട് പോകുമ്പോഴുള്ള വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് അല്ലായിരിക്കും തിരിച്ചു വരുമ്പോൾ. ഓക്കെ, അതിന് എക്സാമ്പിളാണ് യൂണിലാറ്ററൽ എക്സാമ്പിളാണ് ഡയോഡ്സ് എങ്ങനെയാണ് ഫോർവേഡ് ബയാസിങ്ങിൽ കണ്ടക്ട് ചെയ്യുമോ, റിവേഴ്സ് ബയാസിങ്ങിൽ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന പോലെ അല്ല തിരിച്ചു വരുന്നത്. സോ ഡയോഡ്സിൽ ഈ പറഞ്ഞ വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പിൽ ഡിഫറൻസ് ഉണ്ട്. സോ ദേ ആർ യൂണിലാറ്ററൽ എലമെൻറ്റ്സ്. അതേസമയം റെസിസ്റ്ററൊക്കെയോ ദേ ആർ ബൈലാറ്ററൽ എലമെൻറ്റ്സ്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വി ഹാവ് ദ സെയിം എക്സ്പ്രഷൻ ഫോർ ദി വോൾട്ടേജ് ആൻഡ് കറൻറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെൻറ്റ്സ്. ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓംസ് ലോ ഒബേ ചെയ്യുന്നതിനാണ് ലീനിയർ എലമെൻറ്റ്സ്. അതായത് വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് ലീനിയർ ആണ്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ് ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് ലീനിയർ അല്ലാത്ത എലമെൻറ്റ്സ് ഉണ്ട്. ഡയോഡ്സിലൊക്കെ വോൾട്ടേജ് കറൻറ്റ് റിലേഷൻഷിപ്പ് ലീനിയർ അല്ല. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ നോൺ ലീനിയർ എലമെൻറ്റ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യും. അതായത് ഓംസ് ലോ അതിൻ്റെ കേസിൽ വർക്കൗട്ട് കുറച്ച് റീജിയനിൽ മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ലംപ്ഡ് നെറ്റ്വർക്ക് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. ലംപ്ഡ് നെറ്റ്വർക്ക് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. എന്താണ് ഈ ലംപ്ഡ് നെറ്റ്വർക്ക്, എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ, ലംപ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് അതെല്ലാം ലംപ്ഡ് എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതിലൂടെയുള്ള വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ പെർട്ടിക്കുലർ സെപ്പറബിൾ അല്ല. ഈ പറയുന്ന റെസിസ്റ്റർ ഏത്, ഇൻഡക്ടർ ഏത്, കപ്പാസിറ്റർ ഏതെന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈൻസ്. ഇപ്പം നമ്മുടെ കറൻറ്റൊക്കെ കൊണ്ടുവരുന്ന ലൈൻ ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈൻ, ട്രാൻസ്മിഷൻ ലൈനിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ കമ്പോണൻസ് ഒന്നും അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ആ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന റെസിസ്റ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും എഫക്റ്റ് അവിടെ വരും, തനിയെ വരും. ഓക്കെ, സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് നോൺ സെപ്പറബിൾ ആണ്. നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് അത് ഇലക്ട്രിക്കലി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ആ ഫുൾ ലൈനിൽ റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അങ്ങനത്തെ നെറ്റ്വർക്ക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർക്യൂട്ട്സ് ആൻഡ് എലമെൻറ്റ്സ്. ഇനി നമ്മൾ ബേസിക് എലമെൻറ്റ്സിലേക്ക്, ഡെപ്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദി ഹിൻഡ്രൻസ് ഓഫേർഡ് ബൈ ദ എലമെൻറ്റ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് ഈ പറയുന്ന എലമെൻറ്റ് ഓഫർ ചെയ്യുന്ന ഹിൻഡ്രൻസിൻ്റെ പേരാണ് റെസിസ്റ്റൻസ്. ഹിൻഡ്രൻസ് ഓഫർ ചെയ്യുന്ന എലമെൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓഫർ ചെയ്യുന്ന എലമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ. സോ ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസ്ട്രിക്റ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ആസ് റെസിസ്റ്റൻസ്, ആൻഡ് ദ മെറ്റീരിയൽ ദാറ്റ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ആസ് റെസിസ്റ്റർ. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതിന് ഹിൻഡ്രൻസ് ഓഫർ ചെയ്യുന്നതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് അപ്പോൾ അത് എനർജി ഡിസിപ്പേറ്റഡ് ആവുക? ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. റെസിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ R ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസിൻ്റെ കേസിൽ നമുക്കറിയാം, ഇക്വേഷൻ അറിയാലോ, V/I ഈസ് ഈക്വൽ ടു R. V/I ഈസ് ഈക്വൽ ടു R ഫ്രം ദി ഓംസ് ലോ. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടക്റ്റൻസ്. 1/R ഈസ് കോൾഡ് ആസ് കണ്ടക്റ്റൻസ്. 1/R ആണ് കണ്ടക്റ്റൻസ്. G ഈസ് ഈക്വൽ ടു 1/R. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് പവറും റെസിസ്റ്റൻസും തമ്മിൽ. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണ്. കറൻറ്റിന് നമ്മൾ അഗെയിൻ V/R എന്നോ അല്ലെങ്കിൽ വോൾട്ടേജിന് IR എന്നോ ഓംസ് ലോയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് പവർ ഈസ് ഈക്വൽ ടു I²R എന്ന് കിട്ടും. I²R അല്ലെങ്കിൽ V² ഡിവൈഡഡ് ബൈ R. ഈ രണ്ട് റിലേഷൻ നമുക്ക് പവറിനായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ കുറച്ചും കൂടി അഡീഷണൽ പോയിൻറ്റ്സ് പറഞ്ഞാൽ, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. 1 റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ, 2 ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, 3 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റെസിസ്റ്റർ. ഓക്കെ, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. ലെങ്ത് ഓഫ് ദ റെസിസ്റ്ററിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് റെസിസ്റ്റൻസ്.
ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. R = റോ ഇൻറ്റു L/A. ആ ഒരു ഇക്വേഷനും കൂടി നമ്മളിവിടെ എഴുതേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. ഓക്കെ, ആ ഒരു പോയിൻറ്റും കൂടി വൺസ് യു റൈറ്റ് നോട്ട്സ് യു മസ്റ്റ് ആഡ് ദാറ്റ് പോയിൻ്റ് ഓൾസോ. ഓക്കെ, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് കൺസെപ്റ്റാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെൻ എ വയർ ഈസ് വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ കോയിൽ, ഒരു കോയിൽ പോലെ അതിനെ തിരിച്ചു വെച്ചാൽ, ഒരു വയറിനെ നമ്മളൊരു കോയിൽ ഫോമിലേക്ക് ആക്കിയാൽ എന്ത് സംഭവിക്കും? അതിനുള്ളിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വരും. അപ്പോൾ ആ ഫീൽഡിൽ എനർജീനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. എനർജി ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് എനർജി. ഓക്കെ, മാഗ്നറ്റിക് എനർജിയുടെ ഫോമിൽ അവിടെ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഒരു കോയിലിലൂടെ കറൻറ്റ് പോകുമ്പോൾ, ഫ്ലോ ഓഫ് കറൻറ്റ് പോകുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ കറൻറ്റ് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഒരു പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പ് ആകും, ഒരു EMF അവിടെ ഡെവലപ്പ് ആകും. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് വിളിക്കുന്നത്. ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. നമ്മൾ ഈ ഇൻഡക്റ്റൻസ് ഡെഡ്യൂസ് ചെയ്തത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? Whenever there is a change in the current through a coil, an EMF is induced in the coil which opposes the source that produces it. ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറൻറ്റിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒരു കോയിലിലൂടെ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കറൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾദോ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നിർബന്ധമില്ല. കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഓരോ കോയിലിൻ്റെ ഓരോ ടേണിലും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഡെവലപ്പ് ആകുന്നു. ഈ EMF എന്ത് ചെയ്യുന്നു? ഈ കറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇൻഡക്റ്റൻസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ L ആണ്, ക്യാപിറ്റൽ L ആണ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്, ഹെൻറി. ഓക്കെ, ഇനി എങ്ങനെയാണ് വോൾട്ടേജും കറൻറ്റും ഇൻഡക്ടറിൽ റിലേറ്റഡ് ആയിരിക്കുന്നത്? ഓക്കെ, വോൾട്ടേജും കറൻറ്റും ഇൻഡക്ടറിൽ എങ്ങനെ റിലേറ്റഡ് ആവുന്നു? V = L × di/dt. V = L × di/dt. വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റിന് പ്രൊപ്പോർഷനാണ്. ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റിന് പ്രൊപ്പോർഷനാണ്. V is proportional to di/dt. അപ്പോൾ ആ പ്രൊപ്പോർഷനാലിറ്റി കളയാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് L, വിച്ച് ഈസ് ദി ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. സോ V = L di/dt ആൻഡ് I = 1/L integral VDT. അതൊക്കെ നമുക്കത് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നേ ഉള്ളൂ. സോ പവറിൻ്റെ ഇക്വേഷൻ VI ആണ്. വിയുടെ സ്ഥാനത്ത് L di/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ LI di/dt എന്ന് വരും. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ. പിന്നെ ഇൻഡക്ടറിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് പവർ ആണ്. പവർ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, അല്ലേ? കാരണം പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ചെയ്യണം. സോ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Li²/2, വർക്ക് ഈസ് ഈക്വൽ ടു Li²/2 എന്ന് നമുക്ക് കിട്ടും. വർക്ക് ഈസ് ഈക്വൽ ടു Li²/2. ഈ Li²/2 എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ ആണ്. ഈ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ എക്സ്പ്രഷനാണ് Li²/2. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി 3 പോയിൻറ്റ്സ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. ഒന്ന്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അക്രോസ് ആൻ ഇൻഡക്ടർ ഈസ് 0 ഇഫ് ദ കറൻറ്റ് ത്രൂ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അല്ലേ? കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റിനാണ് പ്രൊപ്പോർഷണൽ. കറൻറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് ആവുള്ളൂ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് 0 ആയിരിക്കും. കറൻറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കറൻറ്റ് വെക്റ്റർ ആണെന്ന് ഓർക്കണം. വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് 0 ആണ്. ഇനി സഡനായിട്ട് ഒരു ചെറിയ ചേഞ്ച് വന്നാലും അത് ഇൻഡക്ടറിൽ വലിയൊരു വോൾട്ടേജ് ആയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കാം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിൽ വൈസ് വരുന്നത്. ഓക്കെ, അതായത് ടൈം 0 ആകുമ്പോൾ ചെറിയൊരു കറൻറ്റ് വന്നാൽ, വെരി മൈന്യൂട്ട് ടൈമിൽ, വെരി സ്മോൾ ടൈമിൽ കറൻറ്റ് ചേഞ്ച് കൊണ്ടുവന്നാൽ ഇക്വേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സഡൻ ചേഞ്ചിന് ഒത്തിരി വലിയൊരു വോൾട്ടേജ് വരണം എന്നാണ്. പക്ഷെ അത് പോസിബിൾ അല്ല.
ഓക്കെ, അങ്ങനെയുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു, ഒരു ഫിക്സഡ് ഇൻഡക്ടറിൽ സഡനായിട്ട് കറൻറ്റിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? നമുക്ക് ഇക്വേഷൻ വൈസ് LdI/dt ആണ്. dt താഴെയാണ് കിടക്കുന്നത്, ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ വിത്തിൻ എ സ്മോൾ ടൈം ഹൈ ചേഞ്ച് ഇൻ വോൾട്ടേജ്, ഹൈ ചേഞ്ച് ഇൻ കറൻറ്റ് വന്നാൽ നമുക്ക് ശരിക്കും പറയാം ഇൻഫിനിറ്റ് വോൾട്ടേജ് അവിടെ ജനറേറ്റഡ് ആവണം ബൈ ഇക്വേഷൻ, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഫിസിക്കലി. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അസംഷനാണ് കിട്ടുന്നത്, സഡനായിട്ട് ഇൻഡക്ടറിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യില്ല. ദർ വിൽ ബി എ ടൈം, ഒരു ട്രാൻസിയൻ്റ് ഉണ്ട്, കുറച്ച് സമയം എടുത്തിട്ടേ വോൾട്ടേജ് പീക്കിലേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെ സഡനായിട്ട് വോൾട്ടേജ് സീറോയും ആവില്ല, ഒരു ടൈം എടുത്തിട്ടേ വോൾട്ടേജ് സീറോയിലേക്കും എത്തുള്ളൂ. ഓക്കെ, വൺസ് ചാർജ് ചെയ്താൽ ഡിസ്ചാർജ് ആവണമല്ലോ, ഡിസ്ചാർജ് ആവാനും അത് ഒരു ഡെഫിനിറ്റ് ടൈം അത് എടുക്കും. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ഇൻഡക്ടർ പൊതുവേ സ്റ്റോർ ചെയ്യുകയുള്ള എനർജി. ഓക്കെ, നല്ലൊരു ഇൻഡക്ടർ ആണെങ്കിൽ അത് എനർജി സ്റ്റോർ ചെയ്യുകയേ ഉള്ളൂ. സോ ഇത്രയും പോയിൻറ്റ്സാണ് ഇൻഡക്ടറിൻ്റെ കേസിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഇനി അടുത്തത് കപ്പാസിറ്ററാണ്. പ്രോബ്ലം ചെയ്യാൻ വിട്ടുപോകരുത്. കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് മെറ്റൽ റോഡ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റർ. 2 മെറ്റൽ റോഡ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഓക്കെ, ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റർ. എന്തുകൊണ്ടാണ് കപ്പാസിറ്ററിന് എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? കപ്പാസിറ്റൻസ് എന്ന പ്രോപ്പർട്ടി ഉണ്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സ്പേസിൽ ദേ ക്യാൻ സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് അതിന് ചാർജിന് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ കപ്പാസിറ്റൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ 2 ഇലക്ട്രോഡ്സ് ആണ്, ഒരു ഇലക്ട്രോഡിൽ നമ്മളൊരു ചാർജ് കൊടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ചാർജസ് മറ്റേ ഇലക്ട്രോഡിൽ ഇൻഡ്യൂസ്ഡ് ആകും. ഇൻ ബിറ്റ്വീൻ സ്പേസിൽ അപ്പോൾ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും അല്ലേ? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ് ഈ പറയുന്ന ചാർജ് സ്റ്റോറിങ് അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് നടക്കുന്നത്. സോ കപ്പാസിറ്റൻസ് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ C ആണ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്, denoted by the letter capital F. So capacitance C is equal to, അതിൻ്റെ എക്സ്പ്രഷൻ തന്നെ Q/V ആണ്. Q/V, capacitance C is equal to Q/V. Q എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻ്റഗ്രൽ IDT ആണ്. സോ 1/V ഇൻ്റഗ്രൽ IDT വരും, അല്ലെങ്കിൽ I is equal to CdV/dt വരും. സോ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ V of t is equal to 1/C ഇൻ്റഗ്രൽ IDT പ്ലസ് V of 0. എന്താണ് ഈ V of 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡക്ടറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ കേസിലും സഡൻ ആയിട്ടൊരു ചേഞ്ച് നടക്കില്ല. ദെൻ ഇറ്റ് വിൽ ടേക്ക് എ ട്രാൻസിയൻറ്റ് ടൈം. അപ്പോൾ ഇനീഷ്യൽ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യാനാണ് ഈ V of 0 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എനർജി സ്റ്റോറേജിൻ്റെ എക്സ്പ്രഷൻ തന്നെ ½ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ½ അപ്പോൾ മൂന്ന് പോയിൻറ്റ്സ് മറ്റേ പോലെ തന്നെ കറൻറ്റ് ഈ കപ്പാസിറ്ററിനകത്ത് വോൾട്ടേജ് ചേഞ്ച് വരുമ്പോഴാണ് അവിടെ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോഴാണ് അവിടെ എനർജി സ്റ്റോറേജ് ഉള്ളൂ, കറൻറ്റ് ഉണ്ടാവുള്ളൂ. സോ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന സർക്യൂട്ട് കറൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ DC സോഴ്സിന് നമ്മൾ DC കറൻറ്റാണ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും, അത് കണ്ടക്റ്റ് ചെയ്യില്ല. കപ്പാസിറ്റർ എപ്പോൾ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ? AC സോഴ്സിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, AC-ക്ക് കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യും, DC-ക്ക് കപ്പാസിറ്റർ വർക്ക് ചെയ്യത്തില്ല, ഓപ്പൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമോ? ഇല്ല, കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഒരു സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് കപ്പാസിറ്റൻസിൽ നടക്കില്ല. ഇറ്റ് വിൽ ടേക്ക് എ ട്രാൻസിയൻറ്റ് ടൈം. ഓക്കെ, അപ്പോൾ തന്നെ സഡൻ ഡിസ്ചാർജും നടക്കില്ല, ഡിസ്ചാർജിങ്ങിനും അത്യാവശ്യം സമയമെടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, എനർജി സോഴ്സസ്. എന്താണ് എനർജി സോഴ്സസ്? നമുക്ക് 2 പ്രധാനപ്പെട്ട എനർജി സോഴ്സാണ് ഉള്ളത്. ഒന്ന് വോൾട്ടേജ് സോഴ്സും 2 കറൻറ്റ് സോഴ്സും. ഓക്കെ, വോൾട്ടേജ് സോഴ്സ്